ഉറപ്പിക്കാം, തൃച്ചംബരത്തൊരു അപമൃത്യു സംഭവിക്കാൻ പോവുകയാണ്. ആ കൃഷ്ണേട്ടാ, ആനന്ദ് ഇവിടെയുണ്ട്, നമ്മുടെ കൺമുന്നിൽ. പക്ഷെ അരവിന്ദ് ഓഫീസിലാ. ഉടൻ അവനെ ഇങ്ങ് വിളിച്ചു വരുത്തണം. കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ 2 മക്കളും ഇവിടെ ഇരുന്നാ മതി. പുറത്തെങ്ങും പോണ്ട. കമ്പനി കാര്യങ്ങൾ നോക്കാൻ സെക്രട്ടറിമാരുണ്ടല്ലോ. അല്പസ്വല്പം നഷ്ടം വന്നാലും നമുക്കങ്ങ് സഹിക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയാ ആഗ്രഹം നീ പറയുന്നത്? ആനന്ദും അരവിന്ദ് നഴ്സറി കുട്ടികളല്ല വീട്ടിനകത്ത് പൂട്ടിയിടാൻ. അവർക്ക് അവരുടേതായ ഡെയിലി ബിസിനസ്സുകളുണ്ട്. നമ്മൾ എന്തിനാ വെറുതെ അവരെ അപ്സെറ്റ് ആക്കുന്നത്? വെറുതെ അല്ല കൃഷ്ണേട്ടാ, ഐ ആം ഡാം സീരിയസ്. ഇളയച്ചൻ പറഞ്ഞതൊക്കെ ആലോചിക്കുമ്പോ ഉള്ളിലൊരു ഭയം. ആർക്കോ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് പറയുന്നു. ഐ ആം ടോട്ടലി ഡിസ്റ്റർബ്ഡ്. കമോൺ അഖില, നിന്റെ തോന്നലുകൾക്കൊത്താണ് നിന്റെ മനസ്സിന്റെ ചലനമെങ്കിൽ നീ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന തോന്നൽ വരും. പക്ഷെ അതാവണം യാഥാർത്ഥ്യമെന്നില്ല. നീ കേട്ടിട്ടില്ലേ, വഴിതെറ്റിപ്പോയ മനസ്സ് ഒരു ശത്രുവിനേക്കാൾ അപകടകാരിയാണെന്ന്? ചേച്ചി, ചേച്ചി. ആഹാ, ചേച്ചിയും ചേട്ടനും എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അതെ, ഉടനെ എന്തെങ്കിലും ചെയ്യണ്ടേ നമുക്ക്? അതെ, ഇളയച്ചൻ പറഞ്ഞതും ആലോചിച്ചുകൊണ്ടിരുന്ന നാട്ടുകാർക്ക് മുന്നിൽ തൃച്ചംബരത്തുകാരുടെ മാനം കപ്പലേറും. ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മനസ്സിലായില്ല, നീ എന്താ ഉദ്ദേശിക്കുന്നേ? ആ ടിവിയിൽ വന്ന അമിട്ട് വാർത്ത തന്നെ. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ ചെയ്യണ്ടേ നമുക്ക്? വിലാസിനി, അതിന് വേണ്ട പരിഹാരം എല്ലാം ചെയ്തു കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞോ? എന്ത് പരിഹാര ശിവരാമേട്ട? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിയേണ്ട കാര്യമില്ലെന്ന് തോന്നി. അഖില ചില പത്രക്കാരൊക്കെ വിളിച്ചുകൂട്ടി ആ വാർത്ത തെറ്റാണെന്ന് അറിയിക്കാൻ പോവുക. അതാണ് പരിഹാരം. ആ, അത് നല്ല കാര്യമൊക്കെ തന്നെയാ. ശിവരാമേട്ട, അങ്ങനെയാണെങ്കിലേ അതിനോടൊപ്പം ഈ മുടക്കം വന്ന മംഗളകർമ്മത്തിന് ഒരു പരിഹാരം കൂടി നമുക്ക് കണ്ടാലോ? മുടക്കം വന്ന മംഗളകർമ്മത്തിന് പരിഹാരം കാണാനോ? നീ എന്തായി പറയുന്നേ? അത് ചേച്ചി, പ്രസ് മീറ്റിംഗ് നടത്തുമ്പോ പത്രക്കാരുടെ മുന്നിൽ വെച്ച് നമ്മുടെ ചന്ദ്രപ്രതാപ് കല്യാണിയുടെ കയ്യിൽ ഒരു മോതിരം കൂടി ഇടട്ടെ. ടിവിയിൽ വന്ന വാർത്ത തെറ്റാണെന്ന് കാണിക്കാൻ അതൊരു തെളിവും ആവുമല്ലോ. ആനന്ദിന്റെ മേലുള്ള പഴിയും മാറിക്കിട്ടും. എങ്ങനെയുണ്ട് ഈ വിലാസിനിയുടെ ഐഡിയ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കൃഷ്ണേട്ടൻ എന്ത് പറയുന്നു? സാധാരണ വിലാസിനിയുടെ ഐഡിയകളൊക്കെ കുളമാകാറാണ് പതിവ്. ഇതിന്റെ അവസാനം അങ്ങനെ ആകാതിരുന്നാ മതി. എനിക്ക് വിരോധമൊന്നുമില്ല. ശരിയെങ്കിൽ മോതിരത്തിന്റെ ഏർപ്പാട് ചെയ്തോളൂ. ശരി ചേച്ചി, ഇപ്പൊ തന്നെ ഞാൻ ചെയ്തേക്കാം. ഹലോ. പിന്നെ ഞാൻ വിളിച്ചതേ, നാളത്തെ മീറ്റിംഗില് എനിക്ക് പങ്കെടുക്കാൻ പറ്റും. ഈശ്വരാ, എന്റെ മക്കൾക്ക് ആപത്തൊന്നും വരുത്തരുതേ. ഇന്ന് തൃച്ചംബരത്ത് പതിക്കുന്ന സൂര്യവെളിച്ചത്തിൽ നാളെ കരിനിഴൽ വീഴാൻ സാധ്യത കാണുന്നു ഞാൻ. കാതുകൂർപ്പിച്ചാൽ കേൾക്കുന്നതൊരു മരണത്തിന്റെ കാലൊച്ചയും. ഉറപ്പിക്കാം, തൃച്ചംബരത്തൊരു അപമൃത്യു സംഭവിക്കാൻ പോവുകയാണ്. കന്യകയുണ്ടെങ്കിൽ അവളുടെ മേൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. നീ ഇതങ്ങോട്ടാ? അല്പസമാധാനം കിട്ടാൻ പുറത്തേക്ക് ഇറങ്ങുന്നതാ. ഇപ്പൊ എവിടെയും പോണ്ട. ഉള്ള സമാധാനം അനുഭവിച്ച് വീട്ടിൽ തന്നെ ഇരുന്നാ മതി. അച്ഛൻ പേടിക്കണ്ട, ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങി ഇറങ്ങിയതൊന്നുമല്ല. അല്ലെങ്കിലും അതിനുള്ള അവകാശം പണ്ടേ പണയം വെച്ച് പോയതല്ലേ. ഞാനിപ്പോ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിലേക്കാണെങ്കിലും പള്ളിയിലേക്കാണെങ്കിലും ഇപ്പൊ ഒറ്റയ്ക്ക് പോണ്ടെന്ന് പറഞ്ഞില്ലേ?
അകത്ത് പോ. പോകാൻ. എന്താ അച്ഛ ഇങ്ങനെയൊക്കെ? എന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്ന വിളിപ്പുറത്തമ്മയോടെങ്കിലും ഞാൻ എന്റെ മനസ്സൊന്ന് തുറന്നോട്ടെ. അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ വീട്ടിലിട്ട് പൂട്ടുന്നേ? ഇത് കൂട്ടലൊന്നുമല്ല. നീ ഈ കോമ്പൗണ്ട് വിട്ട് പോകരുതെന്നേ ഉള്ളൂ. ഇവിടെയും തൃച്ചംബരത്തുനിന്ന് നിനക്ക് പോകാം. അല്ലാതെ റോഡിലേക്ക് ഇറങ്ങിയാൽ അവിടെ മുഴുവൻ ലക്ക് ലഗാനവും ഇല്ലാതെ വണ്ടികൾ ചീറി പാഞ്ഞോണ്ടിരിക്കുക. അതൊന്നും ശരിയാവില്ല. പേടിയാ എനിക്ക്. നീ മരിച്ചു പോകുന്നുള്ള പേടി. റോഡിലിറങ്ങിയാ ഞാൻ വണ്ടി ഇടിച്ച് മരിക്കുമെന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. റോഡിൽ പോകുന്നതും ആദ്യമായിട്ടല്ല. അച്ഛൻ ഇതെന്താ പറ്റിയേ? കുറച്ചു മുമ്പ് ഞാൻ കണ്ട അച്ഛനല്ലല്ലോ ഇത്. എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. എന്ത് പറയണമെന്നും അറിയില്ല. ചില നേരത്ത് അച്ഛൻ ഇനി ഇങ്ങനെയാന്ന് കരുതിയാൽ മതി. അച്ഛാ വേണ്ട. ഞാൻ അനുഭവിക്കുന്ന വേദന നിനക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു നിമിഷമെങ്കിലും നീ എന്റെ സ്ഥാനത്ത് നിന്നേ പറ്റുള്ളൂ. ഒന്ന് മാത്രം ഞാൻ പറയാം. ഒരു മരണത്തിന് വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ മോനെ. എന്റെ കണ്ണടയുന്നവരെങ്കിലും എനിക്ക് നിന്നെ ജീവനോടെ വേണം. മോൾ ഇനി ഒറ്റയ്ക്ക് ഒരിടത്തും പോണ്ട. അനിയും കൂട്ടം വരുമ്പോ അവനെയും കൂട്ടി പോക്കോ. അത് മതി. തീരുമാന എന്റെ തീരുമാനം. ഈ കല്യാണം കഴിയുന്നത് വരെ ഇനി കല്യാണം ഇവിടെ വരാൻ പാടില്ല. കല്യാണി, എന്തു പറ്റി? നീ കരയുകയായിരുന്നോ? എന്നാലേ കണ്ണീരൊക്കെ തുടച്ച് നീ എന്റെ കൂടെ വന്നേ. അഖില മാഡം നിന്നോട് തൃച്ചംബരത്തേക്ക് വരാൻ പറഞ്ഞു. ചേച്ചി, സത്യമാണോ ഇത്? അതെ കല്യാണി, നിന്നെ വിളിക്കാൻ മാഡം എന്നെ അയച്ചതാ. വാ പോകാം. സർ, ഈ സോഷ്യൽ മീഡിയാസിൻ്റെ കടന്നുകയറ്റം പല പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ചുരുക്കം ചിലർ മാത്രമാണ് അതിനെ മീനിങ് ഫുള്ളായി ഉപയോഗിക്കുന്നത്. പക്ഷേ കൂടുതൽ പേരും ഇതുപോലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് കുടുംബങ്ങൾ നശിപ്പിക്കും. യെസ്, അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള പക്ഷം പിടിച്ചാണ് അവർ വാർത്തകളെ വളച്ചൊടിക്കുന്നത്, അല്ലെങ്കിൽ അതിന് നിർബന്ധിതരാക്കപ്പെടുന്നത്. അത് വല്ലാത്തൊരു സോഷ്യൽ ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാറിന്റെ നിരീക്ഷണം വളരെ റിലവന്റ് ആണ്. എന്താ ചേച്ചി പത്രക്കാരൊക്കെ? എനിക്കറിയില്ല കല്യാണി, മാഡം ക്ഷണിച്ചിട്ട് വന്നവരാ. നീ വാ. ആ എത്തിയല്ലോ. കല്യാണി വാ. ഇതാണ് കല്യാണി, ഇപ്പോൾ വന്ന വാർത്തയിലെ കല്യാണ പെണ്ണ്. അറിയാം സർ. കല്യാണി ദാസ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രാൻഡ് അംബാസിഡർ അല്ലേ? ഞങ്ങൾ നേരത്തെ പത്രവാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ, അത് തന്നെയാണ് ആള്.
ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ആ, അഖിലെത്തിയല്ലോ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് എവരിബഡി. പ്ലീസ് സിറ്റ് ഡൗൺ. ചന്ദ്രപ്രതാപ് ഇവിടെ വരാൻ പറയും. പോയി വിളിച്ചിട്ട് വാ. ശരി ആന്റി. എല്ലാവരും ജ്യൂസ് കുടിക്കും. അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ ഇവിടെ എന്താ ഇത്ര അത്യാവശ്യം? അത്യാവശ്യമുണ്ട്. കല്യാണം നീയും കല്യാണിയും തമ്മിലാണെന്ന് ഒരു തെറ്റായ വാർത്ത വന്നില്ലേ? അത് തിരുത്താൻ വേണ്ടിയായിരിക്കും ആന്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയത്. അതേ ബ്രോ, സുബ്ബണ്ണ പറഞ്ഞാണ് കറക്റ്റ്. അതിനുവേണ്ടി തന്നെയാ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇളയമ്മ അതിനെ ആ മുംബൈക്കാരനും കല്യാണിയും തമ്മിലുള്ള എൻഗേജ്മെന്റ് ഫംഗ്ഷനാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. മൈ ഗോഡ്, എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആവുമ്പോ അവൻ കല്യാണിയുടെ കയ്യിൽ മോതിരം ഇടില്ലേ? അന്നവൻ കല്യാണിയുടെ കയ്യിൽ വളകൾ ഇട്ടതുപോലെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇന്നിപ്പം വിരല് പിടിച്ച് മോതിരിടുകയെന്ന് വെച്ചാ നോ, അത് നടക്കാൻ പാടില്ല. അവൻ ഒരു കാരണവശാലും കല്യാണിയുടെ കയ്യിൽ മോതിരം ഇടരുത്. സമ്മതിക്കില്ല ഞാൻ. ബ്രോ റിലാക്സ്, ഇതൊരർത്ഥത്തിൽ നല്ലതാണ് ബ്രോ. വെറുതെ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കാതെ പിന്നെ നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഇത് നല്ലതിനാണെന്നോ? എങ്ങനെ? അതെ മച്ചു, കല്യാണിയുടേത് യഥാർത്ഥ അടുപ്പമാണെങ്കിൽ, ആ മനസ്സിൽ നീയാണെങ്കിൽ, കല്യാണി ഒരിക്കലും ഈ മോതിരം അവളുടെ വിരലിലണിയാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഈ അവസ്ഥയിലെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവളുടെ പ്രണയം പുറത്താകും. അതുകൊണ്ടാണ് നിന്നോട് റിലാക്സ് ആവാൻ പറയുന്നത്. ഇല്ല സുബ്രു, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. മുമ്പ് പല സന്ദർഭങ്ങളിലും കല്യാണി പ്രതികൂലമായിട്ടാണ് നിന്നിട്ടുള്ളത്. ഇന്നിപ്പോ ചന്ദ്രൻ കല്യാണിയുടെ കയ്യിൽ മോതിരം ഇട്ട അതോടെ തീർന്നുവല്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അത് തടഞ്ഞേ പറ്റൂ. ഞാൻ ഇറങ്ങിച്ചെന്ന മച്ചു നിക്ക്, ഒരു മിനിറ്റ്. നീ ഇറങ്ങിച്ചതിന് സീൻ കുളവാക്കണ്ട. ആ ചന്ദ്രപ്രതാപ് ഇപ്പോ കല്യാണിയുടെ കയ്യിൽ മോതിരം ഇടാൻ പാടില്ല. അത്രയല്ലേ ഉള്ളൂ. അത് വിട്ടേക്ക്, അത് ഞങ്ങൾ നോക്കിക്കോളാം. സുബ്രു, നിനക്ക് എന്ത് ചെയ്യാൻ? ബ്രോ, അത് വിടാൻ പറഞ്ഞില്ലേ? അവൻ കല്യാണിയുടെ കയ്യിൽ മോതിരം ഇടാതെ ഞങ്ങൾ നോക്കും. ബ്രോ സമാധാനമായിട്ടിരിക്കും. വാ സുബ്ബണ്ണ, നമുക്ക് പരിപാടി തുടങ്ങിക്കളെ. വാ. ആനന്ദ് കൃഷ്ണന്റെയും കല്യാണിദാസിന്റെയും കല്യാണം എന്ന തെറ്റായ ന്യൂസ് വന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് തികച്ചും തെറ്റായ ഒരു വാർത്തയാണ്. സത്യമെന്തെന്ന് തിരിച്ചറിയാതെ ഇതുപോലെ ഓരോ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇരയായവരുടെ കുടുംബങ്ങളിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതെ, യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഒരു ചാനൽ പുറത്തുവിട്ട ആ വാർത്ത ഇപ്പൊ നിങ്ങളെയൊക്കെ ഇങ്ങനെ വിളിച്ചു കൂട്ടിയത് തന്നെ. പക്ഷെ മാഡം, ആ വാർത്തയോടൊപ്പം ഒരു കല്യാണ പത്രിക തെളിവായി കാണിച്ചിരിക്കുന്നു. അതും കള്ളമാണെന്നാണോ മാഡം പറയുന്നത്? നോ, ആ കല്യാണ പത്രിക കള്ളമല്ല, അത് സത്യം തന്നെയാണ്. പക്ഷേ അതിൽ കല്യാണ ചെറുക്കന്റെ ഫോട്ടോയുടെ സ്ഥാനത്ത് എങ്ങനെയോ തെറ്റുപറ്റി ആനന്ദിന്റെ ഫോട്ടോയാ അച്ചടിച്ചു വന്നത്. കത്തെടുത്ത് നോക്കിയാൽ വ്യക്തമായിട്ടത് അറിയാൻ സാധിക്കും. ആ വരന്റെ ഫോട്ടോയുടെ താഴെ ചന്ദ്രപ്രതാപ് എന്നാണ് പേര്. പേരച്ചടിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാ. എന്നിട്ടും ഒരു സെൻസേഷണൽ ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ആ ചാനൽ ബോധപൂർവം അങ്ങനെ ഒരു വാർത്ത കാണിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും നിങ്ങൾ TV സ്ക്രീനിൽ ഫോട്ടോയായി കണ്ട പെൺകുട്ടിയെ, അവരെ വിവാഹം കഴിക്കുന്ന യഥാർത്ഥ വരനെ ഞങ്ങൾ പ്രസന്റ് ചെയ്യാം.
ഇതാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയായ മിസ് കല്യാണി ദാസ്. ഇത് കല്യാണിയെ വിവാഹം കഴിക്കാൻ പോകുന്ന മിസ്റ്റർ ചന്ദ്രപ്രതാപ്. ഹലോ, നമസ്കാരം. സർ, ഇതിനു മുമ്പും ആനന്ദ് കൃഷ്ണനെ കുറിച്ചും കല്യാണിദാസിനെ കുറിച്ചും വ്യാജമായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നതാണോ, അതോ ഇതിനു പിറകിൽ ആരുടെയെങ്കിലും ഗൂഢാലോചനയോ മറ്റോ? യെസ്, ഇത്തരം അപകീർത്തി പ്രചരണത്തിന് പിന്നിൽ വ്യക്തമായ ചില ഗൂഢാലോചനകൾ ഉണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ആരാണെന്ന് പറയാമോ ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? പത്രധർമ്മവും എത്തിക്സും പാലിക്കാത്ത ചില മീഡിയകൾ. സ്വന്തം ചാനലിന്റെ പ്രചരണത്തിനും ഉയർന്ന TRP റേറ്റിംഗിനും വേണ്ടി സത്യം മറച്ചുവെച്ച് വ്യാജ വാർത്തകൾ സ്വയം സൃഷ്ടിക്കുന്ന അവരാണ് യഥാർത്ഥ കുറ്റക്കാർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈ ദ ബൈ, ഇതിനെക്കുറിച്ച് മിസ്റ്റർ ആനന്ദിനോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? സോറി, ആനന്ദ് സംസാരിക്കില്ല. ഈ ന്യൂസ് വന്നത് മുതൽ ആനന്ദ് വളരെയധികം അപ്സെറ്റ് ആയിരിക്കുകയാണ്. അവനതിന് തയ്യാറല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പം നിങ്ങളുടെ ചോദ്യത്തിനെല്ലാം മറുപടി കിട്ടിയില്ലേ? ഇനി ആനന്ദിനെ ഉപദ്രവിക്കണ്ട. ലെറ്റ് ഹിം റിലാക്സ് പ്ലീസ്. മോതിരം മോതിരൊന്ന് അഖിലേച്ചി, ആ മോതിരം മാറുന്ന കാര്യം നമുക്ക് പറയണ്ടേ? ഒരു കാര്യം പറയാൻ മറന്നു. കല്യാണിദാസും ചന്ദ്രപ്രതാവുമായിട്ടുള്ള കല്യാണമാണെന്ന് തെളിയിക്കാൻ ഇപ്പോ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് വരൻ വധുവിന്റെ കയ്യിൽ മോതിരം അണിയിക്കുന്നതാണ്. വിലാസിനെ മോതിരം കൊണ്ടുവരും. ശരി ചേച്ചി. മാഡം, മിസ് കല്യാണിദാസിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതിനെന്താ, ചോദിച്ചോളൂ. കല്യാണി മാഡം, മാഡവും മിസ്റ്റർ ആനന്ദ് കൃഷ്ണനും തമ്മിൽ കല്യാണം എന്ന ന്യൂസ് വന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വ്യക്തിപരമായ എന്തെങ്കിലും വിശദീകരണം? ഇല്ല, എനിക്ക് പറയാനുള്ളതൊക്കെ മാഡം തന്നെ പറഞ്ഞു കഴിഞ്ഞതാ. ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഒന്ന് മാത്രമാണ്. നാളത്തെ എല്ലാ പത്രങ്ങളിലും കല്യാണിയും ചന്ദ്രപ്രതാപും തമ്മിലുള്ള വിവാഹം എന്ന വാർത്ത വരണം. ഒപ്പം മോതിരം മാറുന്ന ഫോട്ടോയും. പ്ലീസ് കോപ്പറേറ്റ്. ചേച്ചി, മോതിരം. ഇവിടെ വന്നിക്കൂ. കല്യാണി വാ. വിലാസിനി, മോതിരം എവിടെ? ചേച്ചി, അത് ബോക്സിൽ ഉണ്ടായിരുന്നതാ. ചേച്ചിയെ കാണിച്ചിട്ടല്ലേ ഞാനത് ബോക്സിൽ വെച്ചത്. ബോക്സിൽ വെച്ചിരുന്നെങ്കിൽ പിന്നെ ആ മോതിരം എന്താ പറന്നു പോകും? അയ്യോ, ജയന്തി, നീ കണ്ടോ മോതിരം? ഇല്ല ആന്റി, ഞാനത് കണ്ടതേ ഇല്ല. എന്താ ആന്റി ഇത്? ഒരു മോതിരം സൂക്ഷിക്കാൻ പോലും അറിയില്ലേ? കഷ്ടമാണല്ലോ. അകത്ത് മുറിയിൽ വെച്ച് വല്ലതും മറന്നു കാണും. പോയി നോക്കി നോക്ക്. ഇല്ല,
മോതിരം ഞാൻ ഇതിനകത്ത് തന്നെ വെച്ചിരുന്നത്. എനിക്ക് 100% ഉറപ്പാ. ശതമാനക്കണക്കൊന്നും ഇനി പറയണ്ട. മോതിരം ഇതിനകത്ത് വെച്ചിരുന്നെങ്കിൽ പിന്നെ എവിടെ പോയി? ഇത്രയും പേരുടെ മുന്നിൽ വെച്ചെന്നെ നാണം കെടുത്തിട്ട് തല പെരുക്കുന്നു. അയ്യോ ചേച്ചി, എനിക്കൊരു ചായ കുടിക്കണം.